കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാഡമിയുടെ ചോദ്യപേപ്പർ വിശകലന പരിപാടിയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാറ്റഗറി 4 ബന്ധപ്പെട്ട് 2021 മെയ്യിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആദ്യത്തെ ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. 31ാമത്തെ ചോദ്യം, ദാശരഥി എന്നാൽ ദശരഥൻ്റെ മകൻ എന്നർത്ഥം. ദ്രൗപദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇവിടെ ദ്രുപദൻ്റെ സേവകൻ, ദ്രുപദൻ്റെ മകൾ, ദ്രുപദൻ്റെ തേരാളി, ദ്രുപദൻ്റെ ഭാര്യ. ദ്രുപദൻ അതായത് പാഞ്ചാല ദേശത്തെ രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ എന്ന അർത്ഥത്തിലാണ് ദ്രൗപദി എന്ന് പ്രയോഗിച്ചുള്ളത്. ദ്രൗപദി കേട്ടോ. ദ്രൗപതി എന്ന് താ എഴുതരുത്, ശ്രദ്ധിച്ചോണം. ദ്രുപദൻ വേഗത്തിൽ ചുവടുവെപ്പുകൾ നടത്തുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് ദ്രുപദൻ എന്ന് പറയുന്നത് കേട്ടോ, ഏത് കാര്യത്തിലും. അപ്പോൾ ദ്രുപദൻ്റെ മകൾ എന്നാണ് ഇതിന് അർത്ഥം. ഇതെന്ന് പറയുന്നത് ഒരു നാമത്തിൽ നിന്ന് ഉണ്ടായ മറ്റൊരു നാമം ആയതുകൊണ്ട്, എന്നുവെച്ചാൽ ദ്രുപദൻ എന്ന നാമത്തിൽ നിന്നാണ് ദ്രൗപദി എന്ന നാമം ഉണ്ടായത്. അതുപോലെ ദ്രുപദൻ ദശരഥൻ്റെ പുത്രൻ ദശരഥൻ എന്ന നാമത്തിൽ നിന്നാണ് ദാശരഥി എന്ന നാമം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു നാമത്തിൽ നിന്നുണ്ടാകുന്ന മറ്റ് നാമങ്ങളെ നമ്മൾ തദ്ധിതം എന്നാണ് വിളിക്കുന്നത്. ഒരു നാമത്തിൽ നിന്നുണ്ടാകുന്ന മറ്റ് നാമങ്ങൾ, അല്ലെങ്കിൽ ഒരു വിശേഷണം, ഭേദകം, അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് നാമം, ഇതിനെ നമ്മൾ തദ്ധിതം എന്നാണ് വിളിക്കുക. തദ്ധിതം, നാമത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു നാമം, വിശേഷണത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു നാമം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ തദ്ധിതം എന്നാണ് വിളിക്കുക. ഇവിടെ ദ്രൗപദി, അതുപോലെ തന്നെ ദാശരഥി തുടങ്ങിയ പദങ്ങൾ നാമങ്ങളിൽ നിന്ന് ഉണ്ടായ പദങ്ങളായതുകൊണ്ട് അവയെ നമ്മൾ തദ്ധിതം എന്ന് വിളിക്കും. ഇനി നമുക്ക് അടുത്ത 32ാമത്തെ ചോദ്യം, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഈ സന്ദർഭം പ്രശസ്തനായ ഒരു മലയാള കവിയുടെ ജീവിതകഥയുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. കവി ആര്? ഇതാണ് ചോദ്യം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്ക് കിട്ടണം പണം. അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു വലിയ ദീപസ്തംഭം പണി കഴിപ്പിച്ചു. അപ്പോൾ ആ ദീപസ്തംഭത്തെ കുറിച്ച് കവിതകൾ എഴുതി രാജാവിന് സമർപ്പിക്കുന്ന രീതി, അതായത് സമർപ്പിച്ചു പല കവികൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിനെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളൊക്കെ കൊണ്ടുവന്നപ്പോൾ രാജാവ് കുഞ്ചൻ നമ്പ്യാരോട് ചോദിച്ചു, നമ്പ്യാർക്ക് മാത്രം ഇതിനെക്കുറിച്ച് കവിതകളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പം നമ്പ്യാർ കൊടുത്ത മറുപടിയാണിത്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്ക് കിട്ടണം പണം, ഇത്യർത്ഥ ഏഷാൻ ശ്ലോകാനാം, അല്ലാതൊന്നും നവിദ്യത എന്ന് പറഞ്ഞു. അതായത് അവരുടെ ശ്ലോകങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ. ദീപസ്തംഭം മഹാശ്ചര്യമാണ്, നമുക്ക് കിട്ടണം പണം, ഇത്രയേ ഉള്ളൂ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ അതിനകത്ത് യാതൊരു കലാപരമായോ സാഹിത്യപരമായോ ഒന്നും ആ ശ്ലോകങ്ങൾക്കല്ലേ ആ കവിതകൾക്കൊന്നും വലിയ മേന്മ ഇല്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ രാജാവിൻ്റെ
രാജാവിനെ അറിയിച്ചു, അദ്ദേഹത്തിന് സമ്മാനവും ലഭിച്ചു. അപ്പം ഈ വരികളുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ കുഞ്ചൻ നമ്പ്യാർ എന്നാണ് അതിൻ്റെ മറുപടി. ഇനി 33 പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്നു നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനോ അമ്മേ. അതായത് വള്ളത്തോളിൻ്റെ പ്രശസ്തമായ മാതൃവന്ദനം അതിനകത്ത് ഉള്ളതാണ് ഈ വരികൾ കേട്ടോ. മലയാളത്തിലെ ഒരു പ്രശസ്ത കവിതയിലെ വരികളാണിവ. അത് ഏത് കവിതയാണെന്നാണ് ചോദ്യം. കവിതയുടെ പേര് മാതൃവന്ദനം. മാതൃവന്ദനം എന്ന് പറയുമ്പോൾ അതിൽ അത് വള്ളത്തോളിൻ്റെ കവിതകളാണ്. വള്ളത്തോളിൻ്റെ കവിതയാണ് ഇത്. ദേശഭക്തി ദ്യോതകമായിട്ടുള്ളൊരു കവിതയാണ്. അത് മലയാള നാടിനെ, മലയാള ദേശത്തെ, കേരളത്തെ കേട്ടോ. പള്ളി കൊണ്ടിടുന്നു നിൻ പാർശ്വയുഗ്മത്തിൽ, അതായത് കാത്തുകൊള്ളുന്നു, പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും, കുമാരി കന്യാകുമാരി, മറ്റത് ഗോകർണേശൻ. ഗോകർണേശൻ എന്ന് പറയുമ്പോൾ ഗോകർണത്തിലെ ശിവപ്രതിഷ്ഠ, ശിവന. ഇവിടുത്തെ പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും അറബിക്കടലാകുന്ന പാദോപധാനം പൂണ്ടും. കേരളാംബയുടെ ആ ശയനമാണ് സൂചിപ്പിക്കുന്നത്. മാതൃവന്ദനം എന്ന കവിതയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 34-ാമത്തെ ഇത്. വളരും, വലിയ ആളാവും, നല്ല കരുത്തുണ്ടാകും, അന്ന് ആരെയും ഭയപ്പെടേണ്ടതില്ല, തലയുയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കാം. ആരടാ എന്ന് ചോദിച്ചാൽ പരുങ്ങാതെ ഉറച്ച സ്വരത്തിൽ പറയാം, ഞാനാണ് കോന്തുണ്ണി നായരുടെ മകൻ അപ്പുണ്ണി. പ്രശസ്തമായ ഒരു മലയാള നോവലിൻ്റെ തുടക്കമാണ് കേട്ടോ ഈ വരികൾ. നോവൽ ഏത് എന്നാണ് ചോദ്യം. 4 കെട്ടാണ് നോവൽ. MT ആണ് ഇതിൻ്റെ രചയിതാവ്. MT രചിച്ചത്. ഇത് SK പൊറ്റക്കാടാണ് ഇതിൻ്റെ രചയിതാവ്. ഉമ്മാച്ചു ഉറൂബിൻ്റെ, PC കുട്ടിക്കൃഷ്ണൻ, ചെമ്മീൻ തകഴിയുടെ 4 പേരുടെ നോവലുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈ സംഭാഷണ ഭാഗം വരുന്നത് 4 കെട്ട് MTയുടെ കേട്ടോ. കോന്തുണ്ണി നായരുടെ മകൻ അപ്പുണ്ണി ആണ് 4 കെട്ടിലെ ഒരു പ്രധാന കഥാപാത്രം. അത് പഠിച്ചു വെച്ചാൽ മതി, മനസ്സിലാക്കുക. ഇനി ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഈ പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ഒരു വസ്തുവും പാഴാക്കരുത്, ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യുകയാണെങ്കിലും കൃത്യമായ കണക്ക് വേണം, ജലം മലിനമാക്കരുത്. ഇതാണ് ഇതിൽ പറയുന്നത്. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. അപ്പോൾ ആ അളന്ന് കളയലാണ് ജലം മലിനീകരണത്തിൽ എത്തിച്ചത്. അപ്പോൾ ഇവിടെ ഉത്തരം വരിക ഏതാ? എന്ത് ചെയ്യുകയാണെങ്കിലും കൃത്യമായ കണക്ക് വേണം. അതാ പറഞ്ഞത്. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന പഴഞ്ചൊല്ല് ഉണ്ടോ? പഴഞ്ചൊല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ പഴഞ്ചൊല്ല്, ശൈലി, ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസാണ്. ഇനി മതി എന്ന വാക്കിന് നാനാർത്ഥകമായി വരുന്ന പദജോഡി ഏത്? മതി എന്ന വാക്കിന് നാനാർത്ഥകമായി വരുന്ന പദജോഡി ഏത്? A ബുദ്ധി നദി, B ബുദ്ധി ചന്ദ്രൻ. കേട്ടോ.
മതി എന്ന വാക്കിന് കേട്ടോ ബുദ്ധി ചന്ദ്രൻ. ഇനി സി നദി കാറ്റ് കേട്ടോ. പിന്നെ ഡി കാറ്റ് ചന്ദ്രൻ. ഇങ്ങനെ 4 ഇതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ അതിൻ്റെ ശരിയായ ജോഡി എന്ന് പറയുമ്പം മതിക്ക് ബുദ്ധി എന്നും അർത്ഥമുണ്ട്, ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട്. മതിമുഖി എന്നൊക്കെ പറയുന്നത് ചന്ദ്രനെ പോലെ മുഖമുള്ളവൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് മതി എന്നുള്ളതിൻ്റെ നാനാർത്ഥം. ബുദ്ധി എന്നും ചന്ദ്രൻ എന്നും 2 അർത്ഥങ്ങൾ ഇതിന് ഉണ്ട്. മതി എന്ന്. ഇനി പിന്നെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഇത് മതിയോ എന്ന് ചോദിക്കുന്നത്, ആ മതി, അങ്ങനെ ഒരർത്ഥം ഇതിന് നാനാർത്ഥമായിട്ടുണ്ട്, ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന നാനാർത്ഥങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഇനി പിപാസ എന്ന പദത്തിൻ്റെ അർത്ഥം. പിപാസ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹം, അതാണ് പിപാസ. കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. പറയാനുള്ള ആഗ്രഹം വിവക്ഷ. ഇവിടെ ആഗ്രഹം ചോദിച്ചു. ഉപവസിക്കാനുള്ള ആഗ്രഹം കേട്ടോ, ഉപവാസം. കേട്ടോ, ഉപവസിക്കാനുള്ള ആഗ്രഹം. അത് പിന്നെ ജിജ്ഞാസ, വിവക്ഷ, വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ജോഡി ഏത്? ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗോവിന്ദൻകുട്ടി അപ്പുണ്ണി, അത് ഗോവിന്ദൻകുട്ടിയും അപ്പുണ്ണിയും എം ടിയുടെ കഥാപാത്രങ്ങളാണ്. എം ടിയുടെ അസുരവിത്തിലെ കഥാപാത്രമാണ്. പിന്നെ ഗോവിന്ദൻകുട്ടി. അപ്പുണ്ണി എന്ന് പറയുമ്പോൾ 4 കെട്ടിൽ. ഒറ്റക്കണ്ണം പോക്കറും സൈനബയും, അതാണ് ബഷീറിൻ്റെ 2 കഥാപാത്രങ്ങൾ. ഉമ്മാച്ചു ചാപ്പുണ്ണി നായർ, അത് ഉറൂബിൻ്റെ, ഇത് ബഷീറിൻ്റെ കേട്ടോ. അതിൽ പറയാം. ഇനി ശ്രീധരനും കുഞ്ഞാപ്പു, അത് ഒരു ദേശത്തിൻ്റെ കഥ, എസ് കെ പൊറ്റക്കാടിൻ്റെ കഥാപാത്രങ്ങൾ. എസ് കെ പൊറ്റക്കാട്ട് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ശ്രീധരനും കുഞ്ഞാപ്പു. അപ്പോൾ അതിനകത്തുള്ളതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ജോഡി ഏത് കേട്ടോ. അതിൽ വരുന്ന ശ്രീധരൻ കുഞ്ഞാപ്പു ഇത്രയുള്ളു. 38ാമത്തെ ചോദ്യമായിട്ടാണ് അത് നമ്മൾ കണ്ടത്. ബഷീറിൻ്റെ കഥാപാത്രം ഒറ്റക്കണ്ണൻ പോക്കറും സൈനബയാണ്. ഇനി മരതകത്തുകിലിഞ്ഞൊറിഞ്ഞൊടുത്ത് മാണിക്യക്കൈ 2 എറിന്തു വീശി പരുക്കി തലമുടിയും കുനിഞ്ഞ് പെരുമാൻ കഴുത്തും ചെരിത്തും കൊണ്ട്, ഈ വരികൾ ഏത് ഗാനശാഖയിൽ ഉൾപ്പെടുന്നു? മാപ്പിളപ്പാട്ടല്ല, വടക്കൻ പാട്ടല്ല. അത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് തോറ്റംപാട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. തോറ്റംപാട്ടോ കുത്തിയോട്ടപ്പാട്ടോ ആ 2ലാണ് വരേണ്ടത്. അപ്പോൾ അത് കണ്ടിടത്തോളം, അന്നതിൻ്റെ ഭാഷ കണ്ടിടത്തോളം തോറ്റംപാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വരികളായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്ന ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC കുട്ടിക്കൃഷ്ണൻ. അതാണ് പിന്നെ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ.
PC കുട്ടിക്കൃഷ്ണൻ. VC ബാലകൃഷ്ണ പണിക്കർ ഒരു കവിയാണ്. M കൃഷ്ണൻ നായർ നിരൂപകൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് നാലാമത്തെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ OV വിജയൻ്റേതല്ലാത്ത നോവൽ. OV വിജയൻ്റേതല്ലാത്ത നോവൽ D ആണ്. OV വിജയൻ്റേതല്ലാത്ത നോവൽ D ആണ്. ഒരു സങ്കീർത്തനം പോലെ കേട്ടോ. അത് പെരുമ്പടവം ശ്രീധരനാണ് അതിൻ്റെ കർത്താവ്. പെരുമ്പടവം ശ്രീധരൻ കേട്ടോ. ഒരു സങ്കീർത്തനം പോലെ. അതിനകത്ത് ദസ്തയേവ്സ്കി അതുപോലെ ഇവരാണ്. അന്ന ഗ്രിഗോറിയോവിന എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ അതാണ് ഈ ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവൻ ശ്രീധരൻ്റെ നോവലാണ്. ദസ്തയേവ്സ്കിയെ പ്രധാന കഥാപാത്രമാക്കി പെരുമ്പടവൻ ശ്രീധരൻ രചിച്ച നോവലാണ് ഇത് കേട്ടോ. ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവൽ. ഇനി ഭാരതാംബ എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാകുന്നു? ഭാരതാംബ എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാകുന്നു കേട്ടോ. ഭാരതമാകുന്ന അമ്പ, ഭാരതത്തിൻ്റെ അമ്പ, ഭാരതവും അമ്പയും ഭാരതത്തിലുള്ള അമ്പ. അപ്പോൾ ഇവിടെ ഭാരതമാകുന്ന അമ്പ, അതാണ് വിഗ്രഹം. ശരിയാണ്. ഭാരതം തന്നെ അമ്മ, അമ്മ തന്നെ ഭാരതം. രൂപക തൽപുരുഷ എന്ന് പറയുന്ന സമാസമാണ്. രൂപക തൽപുരുഷൻ അടാ. ആകുന്ന ചേർത്ത് നമ്മൾ വിഗ്രഹിക്കും. രൂപക തൽപുരുഷൻ. രണ്ടിനും തമ്മിൽ ഭേദമില്ല എന്ന് പറയും. ഭാരതം തന്നെ അമ്മ, അമ്മ തന്നെ ഭാരതം എന്ന് വരുന്ന അതാണ് ഭാരതമാകുന്ന അമ്പ. ഇനി ബദർപ്പടപ്പാട്ട് എന്ന കൃതി രചിച്ചതാര്? മോയിൻകുട്ടി വൈദ്യരാണ്. മലപ്പുറം പടപ്പാട്ട്, ഉഹദ് പടപ്പാട്ട്, ബദർ പടപ്പാട്ട് ഒക്കെ എഴുതിയത്. അറബി മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരിതാണ് ഈ മാപ്പിളപ്പാട്ടുകൾ. മാപ്പിളപ്പാട്ടുകൾക്ക് കാവ്യഭംഗിയൊക്കെ നൽകി അവതരിപ്പിച്ച ആളാണ് മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് കേട്ടോ. ഇതിൽ മോയിൻകുട്ടി വൈദ്യരാണ്. മറ്റുള്ളവരൊക്കെ മറ്റ് കൃതികളുടെ കർത്താവാണ്. ഇനി ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതിനങ്ങ വാങ്ങണ്ട. ചുണ്ടങ്ങ കൊടുത്തിട്ട്, ചുണ്ടങ്ങ ചെറിയൊരു സാധനം കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങണ്ട. ചെറുത് കൊടുത്തിട്ട് വലുത് വാങ്ങുക എന്നുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും അങ്ങോട്ടൊന്ന് ഞോണ്ടും ഇങ്ങോട്ട് നല്ല മൂക്ക് നോക്കി ഇടിയും കിട്ടും. അപ്പോൾ അതാ പറഞ്ഞേ അതിനെ നമ്മളിത് പറയുന്നത്. ചെറിയ വസ്തു കൊടുത്ത് വലിയ സാധനം ആഗ്രഹിക്കരുത്. കുറച്ചു പണം കൊടുത്ത് കേട്ടോ ധാരാളം പണം സമ്പാദിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ചെറിയ കുറ്റം ചെയ്തിട്ട് വലിയ ശിക്ഷ വാങ്ങാൻ അവസരം ഒരുക്കരുത്. അന്യൻ്റെ മുതൽ കൈക്കലാക്കരുത് കേട്ടോ. അതായത് ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതിനിങ്ങ വാങ്ങണ്ട. അതായത് പഴഞ്ചൊല്ലിന് അതിലെ അടങ്ങിയിട്ടുള്ള വ്യംഗ്യാർത്ഥത്തിനാണ് പ്രാധാന്യം. അതാണ് ചെറിയ കുറ്റം ചെയ്തിട്ട് വലിയ ശിക്ഷ വാങ്ങാൻ അവസരം ഒരുക്കരുത് എന്നത്. ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങരുത് എന്നത് അതിനകത്തോട് ഉദ്ദേശിക്കുന്ന അതാണ് കേട്ടോ. അതിൻ്റെ ആശയം വരുന്ന അതാണ്. ചെറിയ കുറ്റം ചെയ്തിട്ട് വലിയ ശിക്ഷ വാങ്ങാൻ അവസരം ഒരുക്കരുത് കേട്ടോ. അതാണ്. ഇനി തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവിതം പ്രമേയമാക്കി സി രാധാകൃഷ്ണൻ രചിച്ച നോവലേത്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം, മുൻപേ പറക്കുന്ന പക്ഷികൾ, അഗ്നി, ബൃഹദാരണ്യകം. എഴുത്തച്ഛൻ്റെ ജീവിതം പ്രമേയമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നുള്ളത്.
അപ്പോൾ സി രാധാകൃഷ്ണൻ്റെ വളരെ പ്രസിദ്ധമായ നോവലാണ് അത് കേട്ടോ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവിതം പ്രമേയമാക്കി സി രാധാകൃഷ്ണൻ രചിച്ച നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇനി 46-ാമത്തത്, വിദ്വാൻ എന്ന അതിൻ്റെ എതിർലിംഗം ഏത്? വിദ്വാൻ എന്നതിൻ്റെ എതിർലിംഗം ഏത്? വിദുഷിണി, വിദൂഷക, വിദ്വാനിനി, വിദുഷി. വിദ്വാൻ്റെ സ്ത്രീലിംഗമാണ്, എതിർലിംഗമാണ് വേണ്ടത്. വിദ്വാൻ്റെ എതിർലിംഗം വിദുഷി. അതാണ് കൃത്യമായിട്ട് കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഇവിടെ ഒരു എതിർലിംഗം, ലിംഗത്തിൽ നിന്നാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ലിംഗം, വചനം, വിഭക്തി, ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? നാമം കൊണ്ട് സൂചിപ്പിക്കുന്ന വ്യക്തിയോ വസ്തുവോ ആൺവിഭാഗത്തിലാണോ പെൺവിഭാഗത്തിലാണോ നപുംസക വിഭാഗത്തിലാണോ പെടുന്നത് എന്ന് കാണിക്കുന്നതാണ് ലിംഗം എന്ന് പറയുന്നത്. ഇവിടെ ലിംഗം സാധാരണയായിട്ട് നമ്മൾ 3 രീതിയിലാണ് പറയുന്നത്. പുല്ലിംഗം ആണിനെ സൂചിപ്പിക്കും, സ്ത്രീലിംഗം പെണ്ണിനെ സൂചിപ്പിക്കും, സ്ത്രീയെ സൂചിപ്പിക്കും. ഇനി രണ്ടിലും പെടാത്തവയെ സൂചിപ്പിക്കുന്നതാണ് നപുംസകലിംഗം. എന്നാൽ ഇന്ന് മറ്റൊരു ഇതുകൂടിയുണ്ട്, രണ്ടിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്നത്. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് വേർതിരിക്കാതെ രണ്ടിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്നതിന് നമ്മൾ ഉഭയലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം അല്ലെങ്കിൽ അലിംഗം എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുമ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം. പൊതുസ്ഥാപനങ്ങളെ അപേക്ഷിച്ച് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കാര്യക്ഷമത താരതമ്യേന കുറവാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സമന്വയമാണ് മാപ്പിളപ്പാട്ട്. ഇനി ഈ നാട്ടിൽ നിന്നും അഴിമതി തീർച്ചയായും തുടച്ചു നീക്കുക തന്നെ വേണം. നേതാക്കൾ ക്ഷണിച്ചതുകൊണ്ടാണ് അണികൾ സമരത്തിനിറങ്ങാൻ കാരണം. ഇവിടെ കാരണം ക്ഷണിച്ചത് കൊണ്ട് കാരണം രണ്ടും കൂടി വേണ്ട. നേതാക്കൾ ക്ഷണിച്ചതാണ് അണികൾ സമരത്തിനിറങ്ങാൻ കാരണം, അല്ലെങ്കിൽ നേതാക്കൾ നേതാക്കൾ ക്ഷണിച്ചതിനാലാണ്, അല്ലെ ക്ഷണിച്ചത് കൊണ്ടാണ് കേട്ടോ അണികൾ സമരത്തിന് ഇറങ്ങിയത്. ഏതെങ്കിലും ഒന്ന് മതി, ഒന്നിൽ കാരണം ഉപയോഗിക്കാം, അല്ലെ ക്ഷണിച്ചത് കാരണമാണ് അണികൾ സമരത്തിന് ഇറങ്ങിയത് എന്നാവണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. ഇനി ഇവിടെ അഴിമതി തീർച്ചയായും തുടച്ചു നീക്കണം, ഈ തന്നെ തീർച്ചയായും രണ്ടും കൂടി വേണ്ട. ഈ നാട്ടിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുക തന്നെ വേണം, അല്ലെങ്കിൽ തീർച്ചയായും തുടച്ചു നീക്കണം. രണ്ടിലേതേലും ഒന്ന് മതി. ഇനിയും സംഗീതവും സാഹിത്യവും സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സമന്വയമാണ് മാപ്പിളപ്പാട്ട് കേട്ടോ. പൊതുസ്ഥാപനങ്ങളെ അപേക്ഷിച്ച് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കാര്യക്ഷമത കുറവാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. അപേക്ഷിച്ച് താരതമ്യേന രണ്ടും കൂടി വേണ്ട. അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളെക്കാൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കാര്യക്ഷമത കുറവാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സമന്വയമാണ് മാപ്പിളപ്പാട്ട്. അതാണ് കൃത്യമായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള വാക്യം. മറ്റതിലെല്ലാം ഓരോ തെറ്റ് ഉണ്ട്. ഈ അപേക്ഷിച്ച് താരതമ്യേന
രണ്ടും കൂടി വേണ്ട. അപ്പോൾ ഇവിടുത്തെ കൃത്യമായ ഉത്തരം ബി ആണ് വരിക. ഇനി ഈ പ്രശ്നം ഇത്രയും പർവ്വതീകരിച്ചത് മാധ്യമങ്ങളാണ്. പർവ്വതീകരിച്ചത് എന്ന് പറഞ്ഞാൽ പർവ്വതം പോലെ ആക്കുക, വലുതാക്കി കാണിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു ശൈലിയാണ് ചോദിച്ചേക്കുന്നത്. കണ്ടോ, ശൈലിയിൽ നിന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പർവ്വതീകരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്ന വലുതാക്കി കാണിക്കുക എന്നാണ്. വലുതാക്കി കാണിക്കുക, അതാണ് പർവ്വതീകരിക്കുക. ഇനി അടുത്തത്, അയാൾ സമർത്ഥനായ ഒരു പട്ടാളക്കാരനായി നാടിനെ സേവിച്ചു. അയാൾ സമർത്ഥനായ ഒരു പട്ടാളക്കാരനായി നാടിനെ സേവിച്ചു. ഇവിടെ സേവിച്ചു എന്നുള്ളതാണ് ക്രിയ. സേവിച്ചു എന്നുള്ളതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നാടാണ്. അതുകൊണ്ട് കർമ്മം വരുന്നത് നാടിനെ എന്നുള്ളത് കേട്ടോ. നാടിനെ, അതാണ് കർമ്മം വരും. ഈ വാക്യത്തിലെ കർമ്മം ഏത്? കർത്താവ് പട്ടാളക്കാരനാണ് കേട്ടോ. കർത്താവ് പട്ടാളക്കാരനും കർമ്മം നാടും ക്രിയ സേവിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് കർത്താവ്, കർമ്മം, ക്രിയ. കർത്താവിന് എപ്പോഴും വിഭക്തിയൊന്നുമില്ല, നിർദ്ദേശികയിലായി. കർമ്മം കണ്ടുപിടിക്കാൻ അതിൻ്റെ കൂടെ പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയമായ എ ചേരും. എന്നാൽ ചില സ്ഥലങ്ങളിൽ എ ഇല്ലെങ്കിലും എയുടെ അർത്ഥം കാണിക്കും. ഇപ്പോൾ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ മതി, വെള്ളത്തെ കുടിച്ചു എന്ന് നമ്മൾ പറയേണ്ട. ചിലയിടത്തൊക്കെ ആ അർത്ഥം സ്വയം കിട്ടുന്നത് കൊണ്ട് അവിടെ നിന്നും പ്രത്യയം ചേർക്കണ്ട, എ ചേർക്കണ്ട. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അയാൾ സമർത്ഥനായ ഒരു പട്ടാളക്കാരനായി നാടിനെ സേവിച്ചു. ഇതിലെ കർമ്മം നാടിനെ എന്നുള്ളതാണ്, സേവിച്ചു എന്നുള്ളതാണ് ക്രിയ. അല്ല, സേവിച്ചു. ഇനി അയാളാണ് പിന്നെ കർത്താവ്. മാത്രമല്ല, സമർത്ഥനായ എന്നുള്ളത് കർത്താവിനെ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ്. സമർത്ഥനായ ഒരു പട്ടാളക്കാരൻ. ഇനി താഴെ കൊടുത്തിട്ടുള്ളതിൽ പോർട്ട്ഫോളിയോ വിലയിരുത്തലിൽ പരിഗണിക്കാൻ കഴിയാത്ത ഉൽപ്പന്നം. എന്താ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതായത് കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അടങ്ങുന്ന രേഖയ്ക്കാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന രേഖയ്ക്കാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അധ്യാപകനും കുട്ടിക്കും രക്ഷിതാവിനും ഇത് ഫീഡ്ബാക്ക്, പഠനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നൽകുകയാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ മതി, കുട്ടിയുടെ പഠനത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയിൽ നമുക്കെത്താൻ കഴിയും. ഇനി അതിനകത്ത് വരുന്നതാണ് നോട്ട് ബുക്കുകൾ, പഠന തെളിവുകൾ എന്നുവെച്ചാൽ ഈ ശേഖരണങ്ങളും ചിത്രങ്ങളും ഒക്കെ. പിന്നെ വർക്ക് ഷീറ്റുകൾ, സർഗാത്മക സൃഷ്ടികൾ, പിന്നെ എന്തെങ്കിലും മൂല്യനിർണ്ണയത്തിനായിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന രേഖകൾ, ഇങ്ങനെ നിരവധി ഐറ്റങ്ങൾ ഈ പോർട്ട്ഫോളിയോയിൽ പെടും. ഇവിടെ നോട്ട് ബുക്ക് വരും, സർഗാത്മക സൃഷ്ടികൾ വരും, വ്യക്തിഗത രചനകൾ വരും. എയും ബിയും സിയും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടും. പക്ഷേ ടേം മൂല്യനിർണ്ണയത്തിൻ്റെ ചോദ്യ പേപ്പർ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നതല്ല. അതിൻ്റെ ഉത്തരം വേണേലും പെടുത്താം, പക്ഷേ ചോദ്യ പേപ്പർ അതിനകത്ത് ഒരിക്കലും വരില്ല. അത് പോർട്ട്ഫോളിയോയിൽ പരിഗണിക്കാൻ കഴിയാത്ത ഒരു ഉൽപ്പന്നമാണ് കേട്ടോ, ടേം മൂല്യനിർണ്ണയത്തിൻ്റെ ചോദ്യ പേപ്പർ. ഇനി തന്നിരിക്കുന്ന ആ പദ്യം വായിച്ച് അതിന് താഴെ കൊടുത്തിരിക്കുന്ന 51 മുതൽ 55 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം കണ്ടെത്തുക. അറിയാൻ കഴിഞ്ഞില്ല തുഞ്ചന്
ശ്രമിച്ചതിലറിയാൻ അറിഞ്ഞിട്ടു കാര്യമെന്തിരിക്കുന്നു. ചോദ്യമുണ്ടാണ്ടോടാണ്ട് തുഞ്ചനെക്കുറിച്ചെന്നാൽ ഉത്തരം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു മുൻഷി. കോളേജിൽ കടന്നതിൻ ശേഷമാ ബോറും തീർന്നു. നാളിതേവരെ പിന്നെ ദ്രോഹിച്ചിട്ടില്ല തുഞ്ചൻ. ഇന്നു ഞാൻ മറുനാട്ടിൽ കേമനാം ഉദ്യോഗസ്ഥൻ. ചെന്നു പോരണം നാട്ടിൽ ക്രിസ്മസല്ലോ വന്നു. വയസ്സായ അമ്മയ്ക്കെന്തും വന്നുകൂടിയിടാം. എഴുത്ത് അയച്ചേൻ വാങ്ങിക്കൊണ്ട് ചെല്ലേണ്ടതറിയിക്കുവാൻ. ക്യാമറ, ബൈനോക്കുലർ, റേഡിയോ, വാച്ചും ഫ്രിഡ്ജും കേവലം അമ്മയ്ക്കിങ്ങ് കിട്ടാത്തതൊന്നേ വേണ്ടൂ. അമ്മ ചൊല്ലുന്നു കുട്ടൻ കീറിയൻ രാമായണം. അങ്ങു നിന്നൊരു നല്ല ബൈൻഡുള്ളത് എത്തിക്കണം. അമ്മ കണ്ടിരിക്കുന്നു തുഞ്ചനെ. പക്ഷേ മകൻ അമ്മയ്ക്കായ കാർന്നോരെ എങ്ങുപോയി തിരക്കേണ്ടു. പാരമ്പര്യമായിട്ടുള്ള പലതും മറന്നു പോകുന്ന പുതിയ തലമുറയെ വിമർശിക്കുന്ന ഒരു കവിതയാണ്. കാരണം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനെ പോലും തിരിച്ചറിയാത്ത പുതിയ തലമുറ. ആ തലമുറയെക്കുറിച്ചാണ് NV കൃഷ്ണവാര്യരുടെ ഈ കവിത. അമ്മയും മകനും തുഞ്ചനും എന്നാണ് കവിതയുടെ പേര്. അമ്മയും മകനും തുഞ്ചനും NV കൃഷ്ണവാര്യരുടെ കവിതയിലെ ഒരു ഭാഗം. നമുക്ക് നോക്കാം എന്താണ് ചോദ്യങ്ങളെന്ന് നോക്കാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങണം എന്നതിൻ്റെ കാരണമായി കവി വ്യക്തമാക്കുന്നത് എന്ത്? അമ്മയെ സന്തോഷിപ്പിക്കാൻ എഴുത്തയച്ചതിനാൽ വീട്ടിലെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അമ്മയ്ക്കിനി ഏറെ നാൾ ജീവിതമില്ല എന്നതിനാൽ. അപ്പോൾ മകന് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറായത് ഇതുകൊണ്ട് അമ്മയ്ക്കിനി ഏറെ നാൾ ജീവിതമില്ല എന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇനി യഥാർത്ഥത്തിൽ ഈ അമ്മ എങ്ങനെയുള്ള വ്യക്തിയാണ്? പാരമ്പര്യവും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്നവൾ, ഒരിക്കലും ലഭിക്കാത്ത സാധനം ആവശ്യപ്പെടുന്നവൾ, ഗൃഹോപകരണങ്ങളിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നവൾ, നാടിനുണ്ടായ മാറ്റം ഉൾക്കൊള്ളാത്തവൾ. ഇവിടെ ഏതാണ് വേണ്ടത്? പാരമ്പര്യവും സംസ്കാരവും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അമ്മ. അതിന് നേർ വിപരീതമാണ് മകൻ. പാരമ്പര്യമൊക്കെ മറന്നു പോകുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇവിടെ പാരമ്പര്യവും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്നവളാണ്. ഇനി അമ്മ മകനോട് എന്താണ് ആവശ്യപ്പെട്ടത്? അതായത് നാട്ടിൽ കിട്ടാത്ത സാധനമല്ല, ക്യാമറ, റേഡിയോ അല്ല, നഗരത്തിൽ മാത്രം കിട്ടുന്നതല്ല, നല്ല ബൈൻഡുള്ള എന്നുവെച്ചാൽ കുട്ടി അമ്മയുടെ രാമായണം വലിച്ചു കീറി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു പുത്തൻ രാമായണം, ബൈൻഡുള്ള ഒരു രാമായണം എത്തിക്കാനാണ് അമ്മ മകനോട് ആവശ്യപ്പെട്ടത്. ഇനി കേമനാം ഉദ്യോഗസ്ഥൻ എന്ന പ്രയോഗത്തിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത് എന്ത്? കോളേജിൽ പഠിച്ചാൽ കേമനാകാം, പാഠങ്ങൾ നന്നായി പഠിച്ചാൽ കേമനാകാം. തുഞ്ചൻ പിന്നീട് ദ്രോഹിക്കാത്തതിനാൽ കേമനായി. ഉയർന്ന ജോലി കിട്ടാൻ ഭാഷയും സംസ്കാരവും അടുത്തറിയണമെന്നില്ല. അതാണ് കേമനാം ഉദ്യോഗസ്ഥൻ എന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ആളുകൾ അങ്ങനെയാണ്. ഭാഷയും സംസ്കാരവും ഒന്നും അടുത്തറിയേണ്ട കാര്യമില്ല. ഇനി കോളേജിൽ കടന്നതിന് ശേഷം ആ ബോറും തീർന്നു. ഇവിടെ ബോറെന്ന് കവി സൂചിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? തുഞ്ചനെക്കുറിച്ചുള്ള പഠനം. കോളേജിലെത്തിയതോടുകൂടി തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കവിതകളൊന്നും പിന്നെ പഠിക്കണ്ട, ആ അവസ്ഥയിലേക്ക് മാറി. അതാണ്
മറ്റൊന്നും വേണ്ട. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം. അപ്പോൾ കവിത അവിടെ കഴിഞ്ഞു, 55 വരെയുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശീതളഛായ. അതാണ് ശരി, ശീതളഛായ. നല്ല തണുപ്പുള്ള തണല്, അതാ പറഞ്ഞു. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ശീതളഛായ. യഥാ പ്ലസ് ഉചിതം ശരിയായി ചേർത്തെഴുതുന്നത് യഥോചിതം. എ ആണ് ഉത്തരം, യഥോചിതം എന്നാണ്. ആ പ്ലസ് ഉ സമം ഓ എന്ന് വരും. യഥാ എന്നുള്ളതിൻ്റെ ഒടുവിൽ ആ ഇരിപ്പുണ്ട്, ഉചിതത്തിൻ്റെ ആദ്യം ഈ ഇരിപ്പുണ്ട്, അല്ല ഉചിതത്തിൻ്റെ ആദ്യം ഊ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പ്ലസ് ഉ സമം ഓ എന്ന് വരും. സംസ്കൃതത്തിലെ ഗുണസന്ധി എന്നാണ് ഇതിനെ പറയുന്നത്, സംസ്കൃതത്തിലെ ഗുണസന്ധി എന്ന് പറയും. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയുധം എന്ന് അർത്ഥം വരുന്ന പദം ശസ്ത്രം ആണ്. ആയുധം എന്നർത്ഥം. ശാസ്ത്രം സയൻസാണ്, ശൈലം പർവ്വതമാണ്, ശതം 100 അപ്പം ശസ്ത്രമാണ് ആയുധം എന്ന് അർത്ഥം വരുന്ന പദം. നമ്മൾ ഓപ്പറേഷൻ എന്നുള്ള ഇംഗ്ലീഷ് പദം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശസ്ത്രം, അല്ല ശസ്ത്രക്രിയ എന്നുള്ള പദം. ശസ്ത്രക്രിയ കത്തി കൊണ്ട് ചെയ്യുന്ന ക്രിയ എന്നുള്ള അർത്ഥത്തിലാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്, കീറി മുറിച്ച് ചെയ്യുന്നത് കൊണ്ട്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദമേത്? വ്യത്യസ്തമായ അർത്ഥം വരുന്നത്. താഴെ കൂടെ വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദമേത്? സമുദ്രം, സാഗരം, സിന്ധു, സരിത്ത്. വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദമാണ് ഇതിൽ. സമുദ്രവും സാഗരവും സിന്ധുവും മൂന്നും സമുദ്രത്തിൻ്റെ പര്യായങ്ങളാണ് കേട്ടോ. സമുദ്രം 3 കേട്ടോ. സരിത്തെന്ന് പറഞ്ഞാൽ നദിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരമായി വരിക, സരിത്ത്, നദി എന്ന് പറയും. മറ്റത് 3 കേട്ടോ വ്യത്യസ്തമായ അർത്ഥമല്ലല്ലോ, 3നും ഒരേ അർത്ഥമാണ്. സമുദ്രം, സാഗരം, സിന്ധു 3നും ഒരേ അർത്ഥമാണ്, 3ഉം കടലാണ്. ഇവിടെ സരിത്തെന്ന് പറഞ്ഞാൽ നദിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് വരിക കേട്ടോ. ഉത്തരമായിട്ട് നദി, അതാണ് വരിക. ഇനി അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ രചയിതാവും കൃതിയും ശരിയായി വരുന്ന ജോഡി കേട്ടോ. രചയിതാവും കൃതിയും ശരിയായി വരുന്ന ജോഡി ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ എ സുഗതകുമാരി രാധയെവിടെ, ബി വൈലോപ്പിള്ളി ഉപ്പ്, സി ONV ആയിഷ, 4 ഡി വയലാർ കന്നിക്കൊയ്ത്ത്. ഇത് ശരിയായിട്ട് വരുന്ന ചേരുംപടി ചേർന്ന് വരുന്നത് എ ആണ്. വരുന്നത്. സുഗതകുമാരിയുടെ കൃതിയാണ് രാധ എവിടെ എന്നുള്ളത്. വൈലോപ്പിള്ളിയുടെ കൃതിയാണ് കന്നിക്കൊയ്ത്ത്. ONVയുടെ കൃതിയാണ് ഉപ്പ്. വയലാറിൻ്റെ കൃതിയാണ് ആയിഷ. അപ്പോൾ വൈലോപ്പിള്ളി കന്നിക്കൊയ്ത്ത്, ONV ഉപ്പ്, വയലാർ ആയിഷ. ഇപ്പോൾ എല്ലാം 4ഉം ശരിയായ എഴുത്തുകാരനും കൃതിയുമായിട്ടുണ്ട്, ശരിയായിട്ട് വരും. തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന 61 മുതൽ 65 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം കണ്ടെത്തുക. കിളിപ്പാട്ടിൻ്റെ ചരിത്രം മലയാണ്മയുടെ മഹാചരിത്രമാണ്. വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കുന്ന
സവർണ ശാസനകൾ നാടുഭരിക്കുന്ന കാലത്താണ് ഈ ചക്കാല നായർ ഇതിഹാസങ്ങൾ പച്ചമലയാളത്തിൽ എഴുതിയത്. സംസ്കൃതത്തിൻ്റെ ആര്യ സ്വാധീനത്തിൽ നിന്ന് വിട്ട് ദ്രാവിഡ സംസ്കൃതിയുടെ പൈതൃകം തേടാൻ തുടങ്ങിയ കേരളീയ ജീവിതത്തെ സാംസ്കാരികമായി ഒന്നിപ്പിക്കുകയെന്ന ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു എഴുത്തച്ഛൻ. ഭക്തി പോലും സവർണ മേധാവിത്വം കുത്തകയാക്കി വച്ചിരുന്ന കാലത്ത് ഭക്തിയെ ജനാധിപത്യവൽക്കരിക്കാൻ നടന്ന വിപ്ലവ ശ്രമം കൂടിയായിരുന്നു എഴുത്തച്ഛൻ്റെ ഭക്തി പ്രസ്ഥാനം. ജനകീയമായൊരു സാഹിത്യ അവബോധവും സാമൂഹിക അവബോധവും കിളിപ്പാട്ടിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. സംസ്കൃതത്തിൻ്റെ ആധിപത്യത്തിനെതിരെ പ്രാദേശിക ഭാഷകൾ വികസിപ്പിച്ചെടുക്കാൻ നടന്ന ഒരു ഭാഷാ നവോത്ഥാനത്തിൻ്റെ ഭാഗവുമായിരുന്നു അത്. കേരളീയ നാടോടി വഴക്കങ്ങളുടെ തനിമയും ശക്തിയുമായ പാട്ടിനെ സാഹിത്യത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരികയാണ് എഴുത്തച്ഛൻ ചെയ്തത്. എഴുത്തച്ഛനിലൂടെ ഈ കേരളീയത എന്നൊരു സങ്കല്പം നമ്മുടെ സാഹിത്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. കേരളീയമായിരിക്കുന്നതിലൂടെ തന്നെ ആ അവബോധം ഭാരതീയമായിരിക്കുകയും സാർവലൗകികമായ ഒരു തലത്തിലേക്ക് വളരുകയും ചെയ്തു. കേരളത്തിലുടനീളം അതിന് പിന്തുടർച്ചാവകാശികളുണ്ടായി. ആ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ കേന്ദ്രം ഭാരതപ്പുഴയുടെ തീരമായിരുന്നു. എഴുത്തച്ഛൻ അതിൻ്റെ പിതാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനനം മുതൽ മരണം വരെ മലയാളികൾക്ക് ഗുരുവായി എഴുത്തച്ഛൻ കൂടെയുണ്ട്. മരണക്കിടക്കയിലും സഞ്ജീവനിയായി രാമായണം കിളിപ്പാട്ട് പാടിക്കേൾക്കുമ്പോൾ ജനിമൃതികൾക്ക് മേലെ ആ ഗുരുസാഗരം തിരയടിക്കുകയാണ്. എഴുത്തച്ഛനെക്കുറിച്ചുള്ള ഒരു ഖണ്ഡികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യങ്ങൾ ആദ്യത്തത് ഇതിഹാസങ്ങൾ പച്ചമലയാളത്തിൽ എഴുതിയതിലൂടെ എഴുത്തച്ഛൻ ഏറ്റെടുത്ത ചരിത്രപരമായ ദൗത്യം എന്ത് അതായത് അതേ എഴുത്തച്ഛൻ ചെയ്തത് എന്താണെന്നാണ് ചോദ്യം. ദ്രാവിഡ സംസ്കൃതിയുടെ തനത് പൈതൃകം തേടാൻ തുടങ്ങിയ കേരളീയ ജീവിതത്തെ സാംസ്കാരികമായി ഒന്നിപ്പിക്കുകയെന്ന ചരിത്രപരമായ ദൗത്യം. അതായത് സാംസ്കാരിക ഐക്യം, അതാണ് കേരള ജനതയുടെ സാംസ്കാരിക ഐക്യമാണ് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ ഇതാണ് അതിൻ്റെ ഉത്തരവായിട്ട് വരിക, സാംസ്കാരിക ഐക്യം. ഇനി അടുത്ത ബി, ഭക്തി ജനാധിപത്യവൽക്കരിക്കണമെന്ന ആശയം ഉയർന്നു വന്നതിന് ഇടയാക്കിയ സാമൂഹ്യ സാഹചര്യം. ഇവിടെ സവർണ മേധാവിത്വമാണ് അതിന് കാരണമായത്. ഇനി അടുത്ത ഭക്തി പോലും അവരുടേതാക്കി വെച്ചു എന്നുള്ളത്. ഇനി ഭാഷാ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി എഴുത്തച്ഛൻ തൻ്റെ കൃതികളിൽ സ്വീകരിച്ച സുപ്രധാനമായ ഒരു നിലപാടെന്തായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. പാട്ടിനെ പൂർണ്ണമായ രീതിയിൽ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് പറഞ്ഞത്. അതായത് പാട്ടിനെ പൂർണ്ണമായ രീതിയിൽ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് അതേ കിളിപ്പാട്ട്. അതായത് രാമചരിതത്തിൽ തുടങ്ങുന്ന പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തുള്ള കൈവഴികളിൽ ഒന്നാണ് കിളിപ്പാട്ട്.
പിന്നെ അത് കഴിഞ്ഞ് കീർത്തന സാഹിത്യവും തുള്ളൽപ്പാട്ടുമാണ് പിന്നീട് ഉള്ളത്. അപ്പം അതിനു മുമ്പ് കൃഷ്ണപ്പാട്ട് വന്നു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പാട്ടിനെ പൂർണ്ണമായ രീതിയിൽ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് എഴുത്ത്. ഇനി മരണക്കിടക്കയിൽ രാമായണം കിളിപ്പാട്ട് പാടിക്കേൾക്കുമ്പോഴുള്ള അനുഭവം ലേഖകൻ എങ്ങനെ ദർശിക്കുന്നു കേട്ടോ. അതായത് പിന്നെ ജനിമൃതികൾ കേവലം ഓർമ്മകളായി മാറുന്നു കേട്ടോ. ഇവിടെ ജനിമൃതികൾക്ക് മേലെ ഒരു സാഗരം തിരയടിക്കുന്നു എന്നുള്ളത്. അതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള അർത്ഥം കേട്ടോ. ജനിമൃതികൾക്ക് മേലെ ലാസ്റ്റ് കിടപ്പുണ്ട് അത്. അതാ ആ ഗുരുസാഗരം തിരയടിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ വരും. ഇനി 65. ഇനി രാജ്യത്തെക്കുറിച്ച് എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? രാജ്യത്തെ അധികം കുറിച്ച്, ഇതാണ് ശരിയായിട്ട് വരിക. ഒരുമിച്ച് ചേർന്നപ്പം ഇരട്ടിക്കും. ഇരട്ടിക്കുന്നു. ഇരട്ടിക്കും. രാജ്യത്തെ പ്ലസ് കുറിച്ച്. അതുകൊണ്ട് സന്ധി ചോദിച്ചു കഴിഞ്ഞാൽ ദ്വിത്വസന്ധിയാണ് അവിടെ വരിക. മറ്റൊന്നും പറ്റില്ല. ഇനി ക്ലാസ്സിൽ കുട്ടികൾക്കായി ഒരു പ്രസംഗം സംഘടിപ്പിക്കുമ്പോൾ അധ്യാപകർ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്തിനാണ്? പ്രഥമ പരിഗണന നൽകേണ്ടത് എന്തിനാണ് എന്നാണ് ചോദ്യം. അപ്പോൾ പ്രഥമ പരിഗണന നൽകേണ്ടത് പ്രസംഗിക്കാൻ കുട്ടികൾക്കായി ഒരു പ്രസംഗം അധ്യാപകൻ പ്രഥമ പരിഗണന നൽകേണ്ടത് കേട്ടോ എന്തിനാണെന്നാണ്. വിഷയത്തിൻ്റെ അല്ല, പ്രസംഗിക്കാനുള്ള കുട്ടികളെ കണ്ട് അത് പ്രഥമ പരിഗണന നൽകേണ്ടത് കേട്ടോ. ഇത് പിന്നെ വിഷയത്തിൻ്റെ പ്രസക്തിയും ഉള്ളടക്കവും നിശ്ചയിക്കുന്നതിനാണ് ആദ്യത്തെ പരിഗണന. പിന്നീട് വേണം പ്രസംഗത്തിനുള്ള കുട്ടികളെ കണ്ടിട്ട്. അതാണ് ആദ്യം വേണ്ടത്. അതാ. പിന്നെ 28ാമത് എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചത് സക്കറിയയ്ക്കാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ 2011 MT ഒക്കെ കേട്ടോ. MK സാനു ആനന്ദും ഒക്കെ ഉണ്ട് 20 മുമ്പ് നേടിയ ആളുകളാണ്. പിന്നെ വരുന്നത് 8000-ലധികം പഴഞ്ചൊല്ലുകൾ സമാഹരിച്ച് കുഞ്ഞുണ്ണി മാഷ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് കേട്ടോ. പഴഞ്ചൊല്ലുകൾ നമ്മുടെ പഴമൊഴി പത്തായം, അതാണ് കുഞ്ഞുണ്ണി മാഷയുടെ പുസ്തകം. പഴമൊഴി പത്തായം എന്നാണ് അദ്ദേഹത്തിന് അതിന് കൊടുത്ത പേര്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാല് എന്ന വാക്കിൻ്റെ പര്യായമായി വരുന്ന പദജോടി, പാലിൻ്റെ പര്യായമായി വരുന്ന ഇവിടെ ഭൃംഗം പയസ്. പയസെന്ന് പാലിന് അർത്ഥമുണ്ട്, പക്ഷേ ഭൃംഗം വണ്ടാണ്. ഇനി അരണ്യം ക്ഷീരം. അരണ്യം കാടും ക്ഷീരം പാലും. ഇവിടെ ക്ഷീരം പാലും പയസ് പാല്. അപ്പോൾ അതാണ് പര്യായമായി വരുന്ന പദജോടിയതാണ്. ക്ഷീരവും പയസ്സും രണ്ടും പാല. ഈ പയസ് പാലാണ്, പക്ഷെ വാരിതം മേഘമാണ്. അതാണ് വ്യത്യാസം കേട്ടോ. ഇവിടെ വണ്ട് പാൽ, ഇവിടെ കാട്, ഇവിടെ പാൽ, ഇവിടെ പാല്,
ഇവിടെ പാല്, മേഘം അങ്ങനെ വെച്ചിട്ട് കണ്ടുപിടിച്ചു. അപ്പം പാലെന്ന വാക്കിൻ്റെ പര്യായമായിട്ട് വരുന്ന ജോഡി ക്ഷീരം, പയസ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചോദ്യത്തിലൂടെ കൃത്യമായിട്ട് നമ്മൾ ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പഴഞ്ചൊല്ല്, ശൈലികൾ, സന്ധി, സമാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയും അതുപോലെ ഗദ്യഭാഗവും പദ്യഭാഗവും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നല്ല മാർക്ക് നേടാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ചോദ്യപേപ്പർ ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ടീച്ചേഴ്സ് അക്കാഡമിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടും.